കൂടെ കടൽ കടന്ന് മാത്തുക്കുട്ടിയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനൊപ്പം ഇടിച്ചിടിച്ച് നിൽക്കാണ് മമ്മൂക്കയുടെ ഒപ്പം. പക്ഷെ അന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് ടെൻഷനുള്ള ചില സമയങ്ങളൊക്കെ, അന്ന് ഇപ്പോൾ ജർമ്മനിയിൽ വെച്ച് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനൊരു ഡയലോഗ് പറയുമ്പം ഞാൻ ഒട്ടും ലൈറ്റ് ക്യാമറയ്ക്ക് ഫേവർ ചെയ്ത് നിൽക്കാൻ ഇപ്പോഴും എനിക്കല്ല. ഇവൻ ഈ ഇന്റർവ്യൂവിനൊന്നും ഇരിക്കുമ്പോൾ പോലും 2 പ്രാവശ്യമെങ്കിലും എനിക്ക് കറക്ഷൻ തരുന്നുണ്ടാവും, കറക്റ്റ് ക്യാമറ ഫേസ്. എനിക്ക് ഇപ്പോഴും അത് മനസ്സിലാവാത്തൊരു ലോജിക്കാണ്. എൻ്റെ ഒരു എന്താ പറയുക ഇമ്പ്രൂവ്മെന്റ് ആണ് അത് ഇതുവരെ സെറ്റാവാത്ത. അപ്പൊ അന്ന് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ക്യാമറയും ഫോക്കസ് പിടിക്കുന്നില്ല, ഞാൻ ലൈറ്റും പിടിക്കുന്നില്ല, ഇങ്ങനെ ഇത് ആണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മൂക്ക എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ അവിടെ ഇവിടെ ഒക്കെയാണ്, അതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും, ആലോചിച്ച് നോക്കൂ എന്ന് വെച്ചാൽ അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ. അതൊരു ഇൻസ്ട്രക്ഷനോ എന്താ പറയുക അങ്ങനെ ചെയ്യൂ എന്നുള്ള ഇതൊന്നുമല്ല. ഒരു വളരെ കാഷ്വൽ കോൺവെർസേഷൻ, സ്ക്രിപ്റ്റ് ഇങ്ങനെ നോക്കി ഡയലോഗ് പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ അവിടെ ഇവിടെ അപ്പം അത് ഇങ്ങനെ ആകുമ്പോഴായിരിക്കും നന്നാവെന്ന് പറഞ്ഞു. ഒരു 6-7 പ്രാവശ്യം റിപ്പീറ്റ് ഞാൻ പോയായിരുന്നു ടെൻഷൻ അടിച്ചിട്ട്. കാരണം കുറച്ചധികം ആക്ടിവിറ്റീസ് ഇങ്ങനെയുള്ളൊരു സാധനം. അത് അടുത്ത ടേക്കിൽ കറക്റ്റായിട്ട് വന്നു. അതേ പറഞ്ഞ അവിടെയൊക്കെയാണ് നമ്മൾ വളരെ സീനിയർ ആയിട്ടുള്ള ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലേണിംഗ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ടൈമിങ്ങും കാര്യങ്ങളും നമുക്ക് ശരിക്കും ഒത്തിരി ലേൺ ചെയ്യാൻ കിട്ടുന്ന ഒരു സാധനം.